നമുക്ക് നല്ല വെള്ള കാന്താരി ഈന്തപ്പഴം അച്ചാറുണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ്. 150 ഗ്രാം ഈന്തപ്പഴവും ഒരു 40 ഗ്രാം വെള്ളക്കാന്താരി എടുത്തിട്ടുണ്ട്. കാന്താരി മുളകിനെ ഇതുപോലെ ഒന്ന് രണ്ട് വശം ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നീട് നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം കടുകെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കടുകെണ്ണ എടുക്കുക കേട്ടോ. പിന്നീട് ഇഞ്ചി ഒരു 1/4 ഇഞ്ചോളം മുഴുപ്പുള്ള ഇഞ്ചിയും വെളുത്തുള്ളി 8-10 വെളുത്തുള്ളിയും ഒരു 5-8 ചെറിയ ഉള്ളികളും ചെറുതായിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു ചെറിയൊരു പിടുത്തം കറിവേപ്പിലിട്ട് ആദ്യം വറുത്ത് കോരുക. പിന്നീട് സെപ്പറേറ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ സെപ്പറേറ്റ് വറുത്ത് കോരിയെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ടിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം. അതിൻ്റെ പൊടിഞ്ഞു വരുന്നത് ഈ അച്ചാറിന് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടും. പിന്നെ കടിച്ചും കിടക്കത്തില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നീട് ആ എണ്ണയിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, 2-3 വറ്റൽമുളക്. പിന്നീട് നമുക്ക് ഉലുവായും കടുകും വറുത്ത് പൊടിച്ചത് 2 കൂടെ കൂടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് ചൂടായി വരുമ്പോഴത്തേനും വെള്ളക്കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് നമുക്ക് ഈന്തപ്പഴം ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുത്ത് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ച് വെക്കുക കേട്ടോ. അതൊന്ന് വെന്ത് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഒരു നെല്ലിക്കയുടെ മുഴുപ്പുള്ള വാളംപുളി വെള്ളം കൂടെ മിക്സ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ശർക്കര നീരും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് നമുക്ക് ചെറുതീയിൽ നന്നായിട്ട് കുറുകി വരും. അപ്പം നല്ല ടേസ്റ്റുമാണ് ഇത് കേട്ടോ. നമ്മുടെ സദ്യക്ക് കിട്ടുന്ന ഈന്തപ്പഴ അച്ചാറിനെ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.